കൊല്ലം ചടയമംഗലത്ത് ഹോട്ടൽ ഉടമയെ മുൻ ജീവനക്കാരൻ കുത്തിക്കൊന്നത് ഇന്നലെയാണ്. നിലമേൽ കൂരിയോട് പ്രവർത്തിക്കുന്ന സ്പൈസി ഹോട്ടൽ ഉടമയും ആക്കൽ പുള്ളിപ്പച്ചയിൽ സ്വദേശിയുമായ സക്കീർ ഹുസൈനാണ് കൊല്ലപ്പെട്ടത്. 52 വയസ്സാണ്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച കാസർഗോഡ് ബെൽത്തങ്കടി സ്വദേശി ഇർഷാദിനെ തിരുവനന്തപുരം മണ്ണന്തലയിൽ വെച്ച് പോലീസ് പിടികൂടി. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. കുറച്ചു നാളുകളായി സക്കീറിന്റെ ഹോട്ടലിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു. മുൻപ് ഇതേ ഹോട്ടലിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഇർഷാദിനെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് 3 മാസം മുൻപ് സക്കീർ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ സ്ഥിരം ജീവനക്കാരൻ നാട്ടിൽ പോയ ഒഴിവിലേക്ക് ഇർഷാദിനെ വീണ്ടും താൽക്കാലികമായി ജോലിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജോലിക്ക് കയറിയ ശേഷം ഇർഷാദ് സ്ഥിരമായി എത്താതിരുന്നതിനെ തുടർന്ന് അന്വേഷിക്കാനായി സക്കീർ ഹോട്ടലിലെ മുറിയിലെത്തിയപ്പോഴാണ് തർക്കമുണ്ടായത്. കൂലി സംബന്ധമായ തർക്കവും മുൻപുണ്ടായിരുന്ന വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വാക്കേറ്റത്തിനിടെ പ്രകോപിതനായ ഇർഷാദ് കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത് സക്കീറിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ സക്കീറിനെ ഉടൻ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കൃത്യത്തിനു ശേഷം നാട്ടിൽ പോകണമെന്ന് സഹപ്രവർത്തകരെ വിശ്വസിപ്പിച്ച് കടന്നുകളഞ്ഞ ഇർഷാദിനെ ചടയമംഗലം പോലീസിന്റെ സമയോചിതമായ ഇടപെടലിലാണ് മണ്ണന്തലയിൽ വെച്ച് പിടികൂടിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ചടയമംഗലം SHO കണ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സക്കീർ ഹുസൈന് കടയ്ക്കലും വർക്കലയിലും ഹോട്ടലും ആക്കലിൽ തുണിക്കടയുമുണ്ട്. സൗമ്യ സ്വഭാവക്കാരനായിരുന്നു മരിച്ച സക്കീർ ഹുസൈനെന്ന് നാട്ടുകാർ പറഞ്ഞു. ചടയമംഗലം SHO കണ്ണൻ, SIമാരായ ഡെന്നിസൺ അഗസ്റ്റിൻ, അഞ്ജിത ശ്രീകുമാർ, അലക്സാണ്ടർ ഗിരി, CPOമാരായ അജിത്, സജി, ജോബി, രാകേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. ചടയമംഗലം പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ഷംലയാണ് സക്കീർ ഹുസൈന്റെ ഭാര്യ. ഫായിസ്, ഫൈഹ എന്നിവർ മക്കളാണ്. എന്തായാലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലാണ് താൻ കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പക മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് കത്തിയുമായി ഇയാൾ വന്നത്. ഒടുവിൽ തർക്കമുണ്ടാവുകയായിരുന്നു. അങ്ങനെ കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനും ശ്രമിച്ചു. നാട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞാണ് ഇയാൾ ബസ്സിൽ കയറി തിരിച്ചത്. മണ്ണന്തലയിലെത്തിയപ്പോഴേക്കും പോലീസ് അവിടെ എത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ചടയമംഗലം പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.